ന്യൂസ് കേട്ടു, അതായത് റിയർ ക്യാമറ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് റിയർ ക്യാമറാസ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ഇനി ചെയ്താൽ പ്രശ്നമുണ്ടോ, ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, ഞാൻ കുറച്ച് അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി അത് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യണോ എന്നൊക്കെ പലരും വിളിച്ച് ചോദിക്കുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്കെല്ലാം അറിയാവുന്ന പോലെ 2 കേസസ് സിമിലർ ആയിട്ട് വന്ന സമയത്ത് എല്ലാവർക്കും പേടിയായി തുടങ്ങി. ഇനി ആക്സസറീസ് ഫിറ്റ് ചെയ്തോ ഇങ്ങനെ പ്രശ്നം വരുമോ, അങ്ങനെ പ്രശ്നം വരുമോ. കഴിഞ്ഞ ദിവസം ടി വിയിലെ ന്യൂസ് കേട്ടു, അതായത് റിയർ ക്യാമറ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് റിയർ ക്യാമറാസ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, റിയർ ക്യാമറ പിടിപ്പിച്ചാൽ പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു എന്നെ ഒരു 10-15 പേർക്ക് മേളിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ വാഹനത്തിൽ റിയർ ക്യാമറ ഞാൻ അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വാഹനം തീ പിടിക്കാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ കത്തിപ്പോവോ എന്നൊക്കെ ചോദിച്ച് പലരും വിളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നടക്കുന്നൊരു കാര്യമാണോ, അല്ലെങ്കിൽ അങ്ങനെ തീ പിടിക്കാൻ സാധ്യതയുണ്ടോ? എല്ലാവരോടും ഉത്തരം പറയുന്നതിന് പകരം ഞാനൊരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം റിവേഴ്സ് ക്യാമറ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് കാണിച്ച് മനസ്സിലാക്കി തരാം. ഇതാണ് ഒരു റിവേഴ്സ് ക്യാമറ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ റിവേഴ്സും ഫ്രണ്ടും 2 രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറയാണ്. ഫ്രണ്ടിലും വെക്കാം, റിവേഴ്സും വെക്കാം. അപ്പോൾ അതെങ്ങനെ ഫ്രണ്ടിലും റിവേഴ്സിലും? ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇമേജ് വ്യത്യാസം വരും, റൈറ്റും ലെഫ്റ്റും ചേഞ്ച് ചെയ്യും, ബാക്കും ഫ്രണ്ടും വരുമ്പോൾ. അന്നേരം അത് മാറ്റാൻ വേണ്ടി ഇവിടെ 2 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ആക്കണമെങ്കിൽ റിവേഴ്സ് ആക്കാം, ഫ്രണ്ട് വേണമെങ്കിൽ ഫ്രണ്ട് ആക്കാം. ഓക്കെ, നമ്മുടെ പോയിൻ്റ് അതല്ല. ഈ ഒരു റിവേഴ്സ് ക്യാമറ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരു കാരണവശാലും റിവേഴ്സ് ക്യാമറ പിടിപ്പിച്ചെന്ന് പറഞ്ഞ് വാഹനത്തിന് തീ പിടിക്കത്തില്ല. വേറൊന്നുമല്ല, എന്താണ് സംഭവം ഞാൻ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ ബമ്പറിലായിരിക്കും. ഈ ഒരു ലൈൻ ഇവിടം വരെ വരും. ഇനി ഒരു ലൈൻ ഫ്രണ്ടിൽ നിന്നും വരാനുണ്ട്. ഫ്രണ്ടിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ നോർമൽ നമ്മളൊരു AV കോഡ് പോലത്തെ ഒരു കോഡാണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പോസിറ്റീവ് ലൈനും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് ലൈനാണ് ഈ കാണുന്നത്. ഈ പോസിറ്റീവ് ലൈൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആർക്കെങ്കിലും അറിയോ? അറിയാവുന്ന ആൾക്കാരുണ്ട്. ഇനി അറിയാവുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിവേഴ്സ് ലൈറ്റിൽ നിന്നാണ് ഈ ഒരു കണക്ഷൻ വരുന്നത്. അത് 2 രീതിക്ക് എടുക്കാം. റിവേഴ്സ് ലൈറ്റിൽ നിന്നോ റിവേഴ്സ് സ്വിച്ചിൽ നിന്ന് എടുക്കാം. ഏറ്റവും എളുപ്പം നമുക്കിത് എടുക്കാൻ സാധിക്കുന്ന റിവേഴ്സ് ലൈറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ പോകുന്ന എവിടെ നിന്നാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. റിവേഴ്സ് ലൈനിൽ നിന്നാണ് ഇതിൻ്റെ കണക്ഷൻ പോകുന്നത്. അപ്പോൾ റിവേഴ്സ് ലൈനിൽ നിന്ന് ഒരു പോസിറ്റീവ് ലൈനാണ് പോകുന്നത്. ഈ ഒരു പോസിറ്റീവ് ലൈൻ നമ്മുടെ ക്യാമറയിലോട്ട് പോകുന്നുണ്ട്. ഇതാണ് ആ ഒരു പോസിറ്റീവ് ലൈൻ വരുന്നത്. അതായത് നമ്മുടെ റിവേഴ്സ് ഇട്ടുന്ന സമയത്ത് റിവേഴ്സ് ബൾബ് കത്തുന്ന ആ ഒരു സെയിം ലൈൻ തന്നെയാണ് ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, അല്ലെങ്കിൽ ഈ ഒരു ക്യാമറ ഏതെങ്കിലും രീതിക്ക് ഷോർട്ടായെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ കത്തിപ്പോവുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ഷോർട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റിവേഴ്സ് സ്വിച്ച് അല്ലെങ്കിൽ റിവേഴ്സിലോട്ട് വരുന്ന ഫ്യൂസ് മാത്രം കത്തിപ്പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം വേറെ ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ച് പേർക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ ഇത് അറിയാൻ മേലാത്ത ആൾക്കാർ മനസ്സിലാക്കണം. റിവേഴ്സ് ക്യാമറ വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും കത്തിപ്പോകാനുള്ള ചാൻസ് ഇല്ല. അതായത് ഒരു കാരണവശാലും കത്തത്തില്ല നമ്മുടെ റിവേഴ്സ് ക്യാമറ പിടിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതിനകത്ത് ക്യാമറയുടെ അല്ല, വേറെ പല കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ അഡീഷണൽ ഫിറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് നോക്കാതെ, അതായത് ഇപ്പം ഡയറക്റ്റ് എവിടെന്നെങ്കിലും പോസിറ്റീവ് കറണ്ട് ഫ്യൂസ് ത്രൂ അല്ല എടുത്തിരിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ബാറ്ററി എന്നൊരു ലൈൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാനുള്ള ചാൻസസ് ഞാൻ പറഞ്ഞുതരാം. എന്താണ്, അഡീഷണൽ ഹോണൊക്കെ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർ കമ്പനി ഹോണും അഡീഷണൽ ഹോണിനും വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് സ്വിച്ചൊക്കെ പിടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എടുക്കുന്ന ആൾക്കാർ ചെയ്യുന്നൊരു രീതി, പോസിറ്റീവ് നിന്ന് ഡയറക്റ്റ് ഒരു കറണ്ട് എടുക്കും, അതൊരു സ്വിച്ച് വഴി കൊടുത്ത് ആ സ്വിച്ച് ഫ്രണ്ടിലോട്ട് കൊടുക്കും, ഒരു ഫ്യൂസ് പോലും കൊടുക്കാതെ. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വാഹനം കത്താനൊക്കെ ഉള്ള ചാൻസസ്. അപ്പം എന്തുകൊണ്ട് വാഹനങ്ങൾ നേരത്തെ കത്തിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒത്തിരി പേരുടെ ഭാഗ്യം കൊണ്ട്, അതായത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗ്യം കൊണ്ട്. ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും നമ്മുടെ വാഹനം ഒരു അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂസ് മസ്റ്റാണ്. കാരണം വാഹനം ഒരു കാരണവശാലും കത്തിപ്പോകത്തില്ല. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ഫിറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും ഉറപ്പായിട്ടും അതിനകത്തൊരു ഫ്യൂസ് കൊടുത്തിരിക്കണം. അപ്പം നമുക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട കേസ് വരുന്നില്ല. കാരണം എന്തുണ്ടെങ്കിലും ഫ്യൂസ് നോക്കിക്കോളും. കത്തിപ്പോവുകയാണെങ്കിൽ ഫ്യൂസ് കത്തിപ്പോക്കോളും, പിന്നെ ആ ലൈനിലോട്ട് കറണ്ട് കൊടുക്കത്തില്ല. അപ്പം എല്ലാവരും ഇനി ആ ഒരു രീതിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും നമ്മുടെ ക്യാമറ പിടിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വാഹനം കത്തിപ്പോകുന്ന പേടിക്കേണ്ട.